ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മളുടെ പാച്ചുക്കുട്ടിയുടെ ബർത്ത്ഡേയുടെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ പാച്ചുക്കുട്ടി അമ്പലത്തിൽ പോയ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അമ്പലത്തിലൊക്കെ പോയി വന്നു, എല്ലാം റെഡിയാക്കിയതിന് ശേഷം അവസാനമാണ് നമ്മുടെ പായസ പരിപാടി. അപ്പോഴാണ് എനിക്ക് വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയല്ലോ എന്നോർത്ത്, എന്നിട്ട് ഞാൻ ഓടി വന്നിട്ട് അത് വീഡിയോ എടുക്കായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്കും അവിയലും ഉപ്പേരി, സാമ്പാർ, പിന്നെ മുളക് വറുത്തത്, അച്ചാർ, നമ്മൾ കടുക് വറുക്കാനും കൂടി ഉണ്ട് കേട്ടോ. അച്ചാറൊക്കെ റെഡിയാക്കി സെറ്റാക്കി വെച്ചു. പിന്നെ അതേ ഓലൻ, ഈ പാത്രത്തിൽ ഓലനാണ്, ഓലൻ സെറ്റായി. ചൂടുവെള്ളം, ചോറ്, അങ്ങനെ എല്ലാ സംഭവങ്ങളും റെഡിയാക്കി. പപ്പടം കാച്ചിട്ട് ഒരു പാത്രത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒക്കെ സെറ്റാക്കിയിട്ട് പായസം മാത്രമേ ലാസ്റ്റേക്ക് വെച്ചുള്ളൂ. അപ്പോൾ കഴിക്കാറാകുമ്പോഴത്തേനും ചൂട് കൊടുക്കാൻ കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ സെറ്റപ്പാക്കി. പിന്നെ 1 മണിയാകുമ്പോഴത്തേന് എല്ലാവരും വന്നു. പാച്ചുക്കുട്ടിയുടെ ഡ്രസ്സ് അതാണേ, ഞാനൊരു ഫോട്ടോയും കൂടി അതിൽ ചേർക്കാം. പിന്നെ എല്ലാവർക്കും ഫുഡൊക്കെ വിളമ്പി കൊടുത്തു. ആദ്യം നമ്മൾ ദൈവത്തിന് വിളക്ക് വെച്ചിട്ട് ദൈവത്തിന് കൊടുത്തതിന് ശേഷം പിറന്നാളുകാരനും വിളമ്പിയതിന് ശേഷം ബാക്കിയുള്ളവർക്കൊക്കെ കൊടുത്തു. അപ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കും. എൻ്റെ കുഞ്ഞോൻ ആദ്യമായിട്ടാട്ടോ ആ ഇലയിൽ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുന്നത്. മൂപ്പര് തന്നെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു വീഡിയോ എടുത്താക്കിയതാണ് ഞാൻ. പിന്നെയും നമുക്ക് എടുത്ത് കാണാമല്ലോ, അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ശ്രേയ മോള് ആദ്യമേ പറഞ്ഞു എനിക്ക് ക്ലാസ്സിൽ പായസം വേണ്ട, ഇലയിൽ പായസം കുടിക്കണം എന്ന്. അത് കാരണം എൻ്റെ ചാച്ചു അപ്പം എന്ത് ചെയ്തു വെച്ചാൽ ഇലയിൽ തന്നെ അവനും വേണമെന്ന് വാശി. ഇലയിൽ കുടിക്കാൻ ആദ്യമായിട്ടാട്ടോ ഇലയിൽ പായസം കുടിക്കുന്നത്. അങ്ങനെ മൂപ്പര് അതൊക്കെ ഒന്ന് സെറ്റപ്പാക്കി കുടിച്ച് വരികയാണ്. പിന്നെ എൻ്റെ കുട്ടീസ് എല്ലാവരും ഭക്ഷണം കഴിക്കുന്നുണ്ട്. എല്ലാവരും കൂടി ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അങ്ങനെ കുറേ നേരം കളിച്ചിട്ട് കിടന്നുറങ്ങി. പിന്നെ നമ്മളെ കേക്ക് മുറിയൊക്കെ രാത്രിയാണ്, നമ്മൾ പകലൊന്നും കേക്ക് ഒന്നും സെറ്റപ്പാക്കാറില്ല, എല്ലാം വൈകുന്നേരത്താണ് വെക്കാറ്. പിന്നെ ഞാൻ ചേട്ടൻ പുറത്ത് പോയി കേക്കൊക്കെ വാങ്ങി വന്നു. അപ്പോഴത്തേക്കും ഞാനിവിടേക്ക് ഒന്ന് സെറ്റപ്പാക്കി. ഒരു കർട്ടനൊക്കെ കെട്ടി, കുറച്ച് ബലൂൺ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വീർപ്പിച്ച് വന്നപ്പോഴത്തേന് പൊട്ടി ഞങ്ങൾക്ക് ആകെ 10 എണ്ണമാണ് ഏറ്റവും അവസാനം ഉണ്ടായിരുന്നത്. അതിപ്പോൾ കുട്ടികൾ വന്നപ്പോൾ ബാക്കിയുള്ളത് അവരും പൊട്ടിച്ചു. അപ്പോൾ ഒരു 5-8 എണ്ണം കിട്ടി. അതും വെച്ച് ഞങ്ങളൊന്ന് ഇവിടെ കൊട്ടിച്ച് വെക്കാമെന്ന് വിചാരിച്ചാൽ അതൊക്കെ ഒന്ന് ചേച്ചി സെറ്റപ്പാക്കി തരാം കേട്ടോ. അപ്പോഴത്തേനും ചേച്ചിയുടെ കല്ലുപ്പെണ്ണ് ആകെ കരഞ്ഞ് ബഹളം വെച്ചു. ഒരു ചേച്ചി തന്നെ എടുക്കണം അവൾക്ക്. അവസാനം ചേച്ചിയുടെ ഒക്കത്ത് കയറിയിരുന്നു. പിന്നെ ഞാനും ചേട്ടനും കൂടി ഒന്ന് സെറ്റപ്പാക്കിയൊക്കെ റെഡിയാക്കി കേക്കൊക്കെ കൊണ്ടുവന്ന് വെച്ചു. എൻ്റെ കിച്ചാപ്പിയാണെങ്കിൽ അത് കൂടെ ഓടി നടക്കുകയാണ്. കിച്ചാപ്പിക്ക് അതൊക്കെ പിടിച്ച് വലിച്ച് പൊട്ടിക്കണം, മാന്തണം, അങ്ങനത്തെ കുറച്ച് ആവശ്യങ്ങളായിട്ട് അവൻ നടക്കുകയായിരുന്നു. ഇതാണ് ഞങ്ങളുടെ കേക്ക്. ഞങ്ങൾ എല്ലാ പ്രാവശ്യവും എല്ലാവരുടെ പിറന്നാളിനും SRS കേക്ക് എന്നാണ് വാങ്ങിക്കാറ്. നല്ല കേക്കാണ് ഉണ്ടാവാറ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങളിതേ കേക്കൊക്കെ മുറിക്കാനുള്ള പരിപാടിയില്ല. ഏട്ടൻ ഞാൻ വീഡിയോയിലില്ല എന്ന് പറഞ്ഞിട്ട് പതുക്കെ മുങ്ങുകയായിരുന്നു. പക്ഷെ ഞാൻ പിടിച്ചു കൊണ്ടുവന്ന് നിർത്തി അവിടെ. വീഡിയോയിൽ നിന്നേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ പാച്ചുവിനെ നിർബന്ധം ആരും കൈ പിടിക്കരുത്, അവൻ ഒറ്റയ്ക്ക് കേക്ക് മുറിക്കണം എന്നുള്ളതായിരുന്നു കേട്ടോ. പക്ഷേ അവൻ എത്ര ഇതാക്കിയിട്ടും കത്തി താന്നു പോണില്ല. അവസരം ഞാനും കൂടി സഹായിച്ചെടുത്തു. പിന്നെ അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ മുറിച്ചു. പാച്ചുകുട്ടിക്കും ചാച്ചുകുട്ടിക്കും പാറക്കുട്ടിക്കും ശ്രേയക്കുട്ടിക്കൊക്കെ കേക്ക് കൊടുത്തു. എൻ്റെ കിച്ചാപ്പിക്ക് കൊടുത്തു. കിച്ചാപ്പിക്ക് ഇഷ്ടമായില്ല കേക്ക്. ഒരു ചെറിയൊരു പൊട്ട് മാത്രമേ കഴിച്ചുള്ളൂ, പിന്നെ കേക്ക് കഴിച്ചില്ല കേട്ടോ. അതുപോലെ ചാച്ചു അങ്ങനെ കേക്ക് കഴിക്കില്ല. ഇങ്ങനത്തെ ക്രീം കേക്കൊന്നും അവന് വലിയ താല്പര്യമില്ല. ഒരു ചെറിയൊരു കഷ്ണം കഴിക്കുള്ളൂ. പക്ഷെ അവൻ്റെ കേക്കിനോടുള്ള ആക്രാന്തം കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു കേക്ക് മുഴുവൻ ഇരുന്ന് കഴിക്കുമെന്ന് വിചാരിക്കും. പക്ഷേ ചാച്ചുവിനും കേക്ക് അങ്ങനെ വലിയ താല്പര്യമില്ല. പക്ഷെ പാച്ചുവിനും ഭയങ്കര ഇഷ്ടം കേട്ടോ. പാച്ചു ഇഷ്ടം പോലെ ഇരുന്ന് കഴിക്കും. എത്ര കിട്ടിയാലും മതിയാവില്ല, അങ്ങനെ ഇരുന്ന് കഴിക്കും. പിന്നെ ഞങ്ങളെല്ലാവർക്കും കേക്കൊക്കെ കൊടുത്ത് കേക്ക് കുഞ്ഞു പീസ് എല്ലാവരും വായിൽ വെച്ചെടുത്തു. എന്നിട്ട് കേക്കൊക്കെ മുറിച്ചിട്ട് എല്ലാവർക്കും ഓരോ വലിയ കഷ്ണങ്ങൾ കൊടുത്തു. ഞാൻ പറയും നിങ്ങൾ നന്നായി കഴിച്ചോളൂ, നമ്മളുടെ വീട്ടിൽ മുറിക്കുമ്പോഴല്ലേ ഇഷ്ടംപോലെ കഴിക്കാൻ പറ്റുള്ളൂ, അപ്പം ഇഷ്ടം പോലെ കഴിച്ചോളിയും പറഞ്ഞിട്ട് എല്ലാവർക്കും കൊടുത്തു കേട്ടോ. അപ്പോൾ ശ്രേയയും പാറക്കുട്ടിയും കൂടിയിട്ട് അവനൊരു പാക്കറ്റ് മിഠായി കൊണ്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൊടുക്കുകയാണ്. പിന്നോട് ഫോട്ടോ എടുക്കുക പറഞ്ഞതായിരുന്നു. പക്ഷേ ഞാൻ നൈസായിട്ടൊരു വീഡിയോ എടുത്തു. ഇതിൻ്റെ കിച്ചുവിന് ഞാൻ വാങ്ങിച്ച ഡ്രസ്സാട്ടോ, ബ്ലാക്ക്. അവന് ബ്ലാക്ക് ഡ്രസ്സേ ഇല്ല. എല്ലാവർക്കും ഓരോ ജോഡി ഉണ്ട്. ബ്ലാക്കാണ് ഞങ്ങളുടെ ഫേവറേറ്റ് കളറ്. അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് ഒരു ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ച ഒരു വീഡിയോ എടുത്തു, ചെറിയൊരു വീഡിയോ എടുത്തതാണ്. പിന്നെ ഇവിടെ ഫോട്ടോഷൂട്ടാട്ടോ, ചേച്ചി അനിയനും കൂടിയിട്ട് എന്തൊക്കെയോ കുറേ ഫോട്ടോസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും ഡ്രസ്സൊക്കെ മാറ്റി, കുട്ടീസിൻ്റെ ഡ്രസ്സ് മാറ്റി കൊടുത്തു. ഇല്ലെങ്കിൽ ഇനി അതിലൊക്കെ കൂട്ടാനോ എന്തെങ്കിലുമൊക്കെ പോയിട്ട് കറയാലോ എന്ന് വിചാരിച്ചിട്ട് ഡ്രസ്സ് മാറ്റിക്കോളാൻ പറഞ്ഞു കേട്ടോ ഞാൻ.
എന്നിട്ട് ഡ്രസ്സൊക്കെ മാറ്റി അവരെല്ലാവരും കൂടി ഇന്ന് ഫുഡ് കഴിക്കുകയാണ്. ശ്രേയമോൾ എടുത്ത കുറച്ച് ഫോട്ടോസ് ഇതിൻ്റെ ഇടയിൽ ലാസ്റ്റ് ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പം ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ബൈ ബൈ, ടാറ്റാ ബൈ ബൈ.